കേരളത്തിലെ പ്രബുദ്ധ റിപ്പോർട്ടർമാർ എന്ന് സ്വയം അവകാശപ്പെടുന്ന റിപ്പോർട്ടർ ചാനലിലെ അരുൺ കുമാർ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടർമാർക്ക് നല്ല ഒന്നാം തരം പണി കിട്ടിയിരിക്കുകയാണ്. അഭാസനോട്ടവും ദ്വയാർത്ഥ പ്രയോഗവും റിപ്പോർട്ടർ ചാനലിലെ ഇക്കിളി വീരന്മാരെ കുടുക്കി. റിപ്പോർട്ടർ ചാനലിനെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട വാർത്താവതരണത്തിൽ ഡോക്ടർ അരുൺ കുമാർ സഭ്യമല്ലാത്ത ഭാഷയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ സ്വമേധയാ കേസെടുത്തതാണ്. കലോത്സവത്തിൽ പങ്കെടുത്ത ഒപ്പന അവതരിപ്പിച്ചതിൽ മണവാട്ടിയായി വേഷമിട്ട കുട്ടിയോട് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ ഷാബാസ് നടത്തുന്ന സംഭാഷണത്തിന്മേലാണ് ദ്വയാർത്ഥ പ്രയോഗം. ഇത് സംബന്ധിച്ച് ചാനൽ മേധാവിയിൽ നിന്നും തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ചാനൽ റേറ്റിംഗ് കൂട്ടാൻ റിപ്പോർട്ടർ ചാനലിലെ പ്രതിനിധികൾക്ക് വല്ലാത്ത താല്പര്യമാണ് എന്ന് നമുക്കൊക്കെ പല അവസരത്തിലും തോന്നിയിട്ടുണ്ട്. അർജുൻ വിഷയത്തിൽ ഉൾപ്പെടെ ചാനൽ റേറ്റിംഗ് കൂട്ടാൻ ഈ റിപ്പോർട്ടർമാർ കാണിച്ച ആ ഒരു കൗശലം നമുക്ക് മാത്രമല്ല ലോകം മുഴുവൻ കണ്ടതാണ്. പലർക്കും അത് പല അവസരങ്ങളിലും കുറച്ച് കൂടിപ്പോയില്ലേ എന്ന് ചിന്തിപ്പിക്കേണ്ട തരത്തിൽ വരെ എത്തിയതാണ്. എന്തായാലും റിപ്പോർട്ടർ ചാനലിലെ അരുൺ കുമാർ വീണ്ടും പുലിവാല് പിടിച്ചിരിക്കുകയാണ്. ആഭാസ നോട്ടത്തിലൂടെ റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധി ഒപ്പനയിലെ മണവാട്ടി കുട്ടിയോട് പഞ്ചാര അടിക്കുന്ന കലോത്സവ വീഡിയോയിൽ അരുണും റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധികളും ഒക്കെയുണ്ട്. പക്ഷേ ഇത് പുലിവാലാകുമെന്ന് പ്രബുദ്ധ റിപ്പോർട്ടർമാർ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഇവർ സ്വപ്നെ വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ചാനലിനെതിരെ ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണ്. കലോത്സവ റിപ്പോർട്ടുകൾ ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്നതിനാണ് കേസ്. ചാനൽ മേധാവിയും കൂട്ടിലായിരിക്കുകയാണ്. കേരളത്തിലെ സർക്കാർ സ്പോൺസേഡ് സാംസ്കാരിക അധപതനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഇത് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചാനലിനകത്തും പുറത്തും ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്ന ആളാണ് കുട്ടികളെ കുറിച്ച് പോലും ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിരിക്കുന്നത് എന്ന് പ്രമുഖ സ്കൂളുകളിലെ അധ്യാപകർ ഉൾപ്പെടുന്ന ചിലർ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ചാനൽ റേറ്റിംഗ് ഉയർത്താൻ എന്ത് ചെറ്റത്തരം കാണിക്കാനും റിപ്പോർട്ടർ ചാനലിന് മടിയില്ലാതായി. സ്കൂൾ കലോത്സവ ഒപ്പനയ്ക്ക് വന്ന പെൺകുട്ടിയെ റിപ്പോർട്ടർ മാപ്ര പഞ്ചാര അടിക്കുന്നതൊക്കെ ആഘോഷിക്കുന്ന ഒരു നെറികെട്ട പരിപാടിയായി പോയി. അത് കലോത്സവത്തിന് പെൺകുട്ടികളെ അയക്കുന്ന മാതാപിതാക്കൾ മാപ്രകളെയും പേടിക്കണമോ എന്നാണ് പലരും ഇപ്പോൾ ഈ കലോത്സവ വീഡിയോ കാണുമ്പോൾ ചോദിക്കുന്നത്. അത് റിപ്പോർട്ടിംഗ് അല്ല, അവർ കലോത്സവത്തെ അവരുടെ മനോവൈകൃതം കാണിക്കാനുള്ള വേദിയാക്കുകയായിരുന്നു. നിങ്ങൾ എന്ത് വിശദീകരിച്ചാലും 18 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിയെയാണ് നിങ്ങൾ വിഷ്വലിൽ കാണിച്ചത്, അവരോട് മുദ്ര കാണിച്ചത്. ബാലാവകാശ കമ്മീഷന് പിന്നാലെ പോക്സോ കൂടി വരും എന്ന് ചില മുന്നറിയിപ്പുകളും വരുന്നു. റേറ്റിംഗ് കൂട്ടാൻ എന്ത് അധാർമികതയും ചെയ്യുന്നിടത്ത് മാധ്യമങ്ങൾ മത്സരിക്കുകയാണോ? ഒപ്പന ആദ്യമായിട്ട് കളിക്കുകയാണോ? അല്ല, എല്ലാ ഒപ്പനയിലും കുട്ടിയായിരുന്നു മണവാട്ടി. എന്നിട്ട് അയാളുടെ ഒരു ആഭാസ നോട്ടം. കഷ്ടം. മാധ്യമപ്രവർത്തകർക്ക് റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് ഇനി ആരാണ് പഠിപ്പിച്ചു കൊടുക്കുക? ഈ കലോത്സവ വീഡിയോയെ കുറിച്ച് ഷുക്കൂർ എന്ന വ്യക്തി പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ശരിക്കും കൃത്യമായ നിരീക്ഷണം തന്നെയാണ്. 18 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയെ പഞ്ചാര അടിക്കുന്ന ഒരു വീഡിയോ, അതും വളരെ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരു പ്രമുഖ ചാനൽ, ഒരു മുഖ്യധാര മാധ്യമം അതിന്റെ ഭാഗമാകുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ഇത്രമാത്രം വിവരമില്ലാത്ത ഒരു റിപ്പോർട്ടിംഗ് തലത്തിലേക്ക് എന്തുകൊണ്ട് റിപ്പോർട്ടർ ചാനലിലെ പ്രതിനിധികൾ പോകുന്നു എന്നതും ചോദ്യമായി ഉയരുകയാണ്. ജവഹർ ബാൽമഞ്ച് സംസ്ഥാന ചെയർമാൻ ആനന്ദ് കണ്ണഷ ഈ കലോത്സവ വീഡിയോക്കെതിരെ നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങളും ശ്രദ്ധേയമാണ്. പുരോഗമനത്തിന്റെ പേര് പറഞ്ഞ് കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ ഇല്ലാതാക്കാനുള്ള ഇടത് അജണ്ടയുടെ പ്രയോക്താക്കളാണ് ഈ നാടിന്റെ ശാപമെന്ന് അദ്ദേഹം പറഞ്ഞു. നാട് നവോത്ഥാനത്തിന്റെ ഭാഗമായി ആർജിച്ച നന്മകളെ പോലും പ്രാചീനമെന്ന് മുദ്രകുത്തി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ചെറിയ കുട്ടികളെ കുറിച്ച് പോലും ദ്വയാർത്ഥ പരാമർശങ്ങൾ നടത്തി മാധ്യമ പ്രവർത്തനത്തിൽ കേട്ടുകേൾവി ഇല്ലാത്ത തരം കോമാളിത്തരങ്ങൾ മാധ്യമ പ്രവർത്തനം എന്ന നിലയിൽ അവതരിപ്പിക്കുകയാണ്. ചാനൽ റേറ്റിംഗ് മാത്രമാണ് ഇത്തരക്കാരുടെ ലക്ഷ്യം. ജീവനക്കാരും ചാനൽ ഉടമകളും സാമ്പത്തിക ലക്ഷ്യം മാത്രം മുൻനിർത്തി നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ മാധ്യമ പ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കുന്നത് പോലും തെറ്റാണെന്ന് ആനന്ദ് കണ്ണശ പറഞ്ഞു. കലാപ്രതിഭകളുടെ കഴിവിനെ ഇകഴ്ത്തിക്കാട്ടുന്നതാണ് ചാനൽ അവതാരകന്റെ പദപ്രയോഗങ്ങൾ. കുട്ടികളെ പോലും വെറുതെ വിടാൻ തയ്യാറാകാത്ത ഇത്തരക്കാർ മാധ്യമ പ്രവർത്തനം നടത്തുന്നതിലൂടെയും അതുവഴി ഇടത് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതിലൂടെയും എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ റിപ്പോർട്ടർക്ക് ഏറ്റവും നല്ലത് റിപ്പോർട്ടിംഗ് അല്ല, സിനിമാഭിനയം തന്നെയാണ് എന്ന് ആ കലോത്സവ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. പലപ്പോഴും കലോത്സവ വേദികളിൽ ഇതിനു മുൻപും വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള അരുൺ കുമാറിന്റെ ശിരസിൽ എന്തായാലും ഒരു പൊൻതൂവൽ കൂടി കിട്ടിയിരിക്കുകയാണ്. മറ്റൊരു വിവാദം കലോത്സവ വേദിയിൽ തന്നെ വീണ്ടും ഉണ്ടാക്കിയതിന്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.